ഹലോ, വെൽക്കം ടു എജ്യൂബിറ്റ്സ് ലേണിംഗ്. ഈ വീഡിയോ +1 സ്റ്റുഡൻസിനുള്ളതാണ്. നമ്മൾ യൂഷ്വലി +2 സ്റ്റുഡൻസിന് CUET, NCET ഇങ്ങനെയുള്ള എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ വീഡിയോസ് ചെയ്യാറുള്ളത്. ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് CUET UG 2028 പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതായത് ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, 10th കഴിഞ്ഞ് +1 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് +1 ഓണം എക്സാമും ഒക്കെ ആയി +1 യൂഷ്വലി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ 2 വർഷം കൊണ്ട്, അതായത് +1 തന്നെ നിങ്ങളുടെ CUET UG പ്രിപ്പറേഷൻ തുടങ്ങി +2 കഴിഞ്ഞ് വരുന്ന CUET, അതായത് CUET 2028 നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയാം, ഏതൊരു എക്സാം ആണെങ്കിലും എന്തൊരു എക്സാമിൻ്റെ പാറ്റേൺ ആണെങ്കിലും നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പ്രഷർ കുറവായിരിക്കും. നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഫൗണ്ടേഷനൊക്കെ സെറ്റാക്കി കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരു നല്ല സ്കോറിൽ എത്തിപ്പെടാൻ പറ്റും, അതായത് നല്ലൊരു കോളേജിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഈ ഒരു +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, ഇതിൽ പലർക്കും, ഈ വീഡിയോ കാണുന്നതിൽ പലർക്കും മേ ബി എന്താണ് CUET, എന്തിനാണ് CUET എഴുതേണ്ടത്, CUET എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്. നമുക്കറിയാം, CUET എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, മെയിൻലി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലീറ്റ് CUETയുടെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക്, ഞാൻ പറഞ്ഞു CUET UG 2028 ഒരാൾക്ക് +2 കഴിഞ്ഞ ശേഷമാണ് CUET എക്സാം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് റിപ്പീറ്റ് ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ നീറ്റ് JEE അങ്ങനെയുള്ള എക്സാമുകളുടെ പോലെ നമുക്കൊരു 1 ഇയർ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെയും പ്രിപ്പയർ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അത്യാവശ്യം +2 സിലബസുകൾ വരുന്ന നല്ലൊരു, നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു കോളേജിൽ തന്നെ, നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ നേടാൻ പറ്റുന്ന നല്ലൊരു എക്സാമാണ് CUET. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു 2 വർഷം +1 +2 ഒരു റൈറ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇനിയിപ്പോൾ ഒരു ദിവസം പഠിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ എന്ത് തുടങ്ങാം, നമുക്ക് ആദ്യം എന്തുകൊണ്ട് CUET, എന്തുകൊണ്ടാണ് ഒരാൾ CUET എഴുതേണ്ടത്. അതിന് 4 റീസൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് റീസൺ, ഗേറ്റ്വേ ടു ടോപ്പ് യൂണിവേഴ്സിറ്റീസ്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പേരുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അതുപോലെ നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇങ്ങനെയുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റികളിലെ, ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമാണ് ഏതെന്ന് പറയുന്നത്, CUET എന്ന് പറയുന്നത്. കുറച്ച് മുന്നേ ആണെങ്കിൽ സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സിംഗിൾ എക്സാം മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസ് എന്നാണ്. അതായത് നമ്മളൊരു 2-3 വർഷം മുമ്പ് ഈ CUET UG വരുന്നതിന് മുമ്പുള്ള കാര്യം നോക്കുകയാണെങ്കിൽ +2 കഴിഞ്ഞ എല്ലാ സ്റ്റുഡൻസും ചെയ്യാറുള്ളത് എന്താ, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഒരു എൻട്രൻസ് എഴുതും. അതുപോലെ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഒരു എൻട്രൻസ് എക്സാം, HCUവിന് വേറെ എൻട്രൻസ് എക്സാം, അങ്ങനെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകളിൽ പോയി അവിടുത്തെ എക്സാമിന് അപ്ലൈ ചെയ്ത് മേ ബി മിക്കവാറും യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മൾ അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചിലത് നമുക്ക് നാട്ടിൽ സെൻറ്റർ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ യൂണിവേഴ്സിറ്റിക്കും വേറെ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്താണ് CUET UG വന്നത്. CUET UG വന്നപ്പോൾ നമുക്ക് മിക്ക ഒരുവിധം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും, അതിന് പുറമെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നതാണ് NFSU പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും നമുക്ക് എന്ത് എഴുതിയാൽ മതി, ഒരൊറ്റ എക്സാം CUET UG അറ്റൻഡ് ചെയ്ത് അതിൻ്റെ സ്കോർ കാർഡിൻ്റെ ബേസിൽ, മെറിറ്റ് ബേസ്ഡ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഇത്രയും യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ വരുന്നത്. അടുത്തത് മെറിറ്റ് ബേസ്ഡ് അഡ്മിഷന്. അതായത് ഇപ്പോൾ നിങ്ങളിൽ പലരും, ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവരിൽ പലരും, ചിലർ കേരള സ്റ്റേറ്റ് ബോർഡ് പഠിക്കുന്നവരായിരിക്കും, ചിലർ CBSE പഠിക്കുന്നവരായിരിക്കും, അങ്ങനെ +2 ഡിഫറൻ്റ് ആയിട്ടുള്ള ബോർഡ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ളവരായിരിക്കും, ഡിഫറെൻറ്റ് ബോർഡ് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്കിപ്പോൾ ചിലർക്ക് ഇപ്പോൾ CBSE പഠിച്ച ഒരാളെക്കാളും മേ ബി അത്ര പോലും നോളജ് ഇല്ലാത്തവർക്ക് മേ ബി കേരള സിലബസിൽ നല്ല മാർക്ക് കിട്ടാറുണ്ട്. അതായത് എക്സാമിൻ്റെ ടഫ്നെസ്സും
കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ എന്താവാറുണ്ട്, വേരിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ബോർഡ് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, അതായത് CUET അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50%, ഇനി ചില യൂണിവേഴ്സിറ്റികളിലേക്കാണെങ്കിൽ മിനിമം ഒരു 65% മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് CUET അറ്റൻഡ് ചെയ്യാൻ പറ്റും. CUET അറ്റൻഡ് ചെയ്ത് ഒരുവിധം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റും. അതായത് +2 ബോർഡിൻ്റെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല, കംപ്ലീറ്റ്ലി CUETയുടെ മെറിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വരുന്നത്. അടുത്തത് ട്രാൻസ്പെറൻറ്റ് കൗൺസിലിംഗ് പ്രോസസ്സാണ്. നമുക്കറിയാം NTA നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയാനുള്ള കാരണം ഈ CUETയുടെ മാർക്ക് വെച്ച് CUET അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് എല്ലാവരും എന്ത് ചെയ്യും, ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളെ ഇൻഫോം ചെയ്യൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഫസ്റ്റ് സെലക്റ്റഡ് ലിസ്റ്റ്, സെക്കൻഡ് സെലക്റ്റഡ് ലിസ്റ്റ്, ഫസ്റ്റ് അലോക്കേഷൻ ലിസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മുടെ പേര്, നമ്മുടെ കാറ്റഗറി, നമ്മുടെ മാർക്ക്, അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റേറ്റ്, അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ കാറ്റഗറി ആയിട്ട് ഉള്ള എന്ത് വന്നിട്ടുണ്ടാവും, കറക്റ്റായിട്ട് മാർക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മാർക്ക് ഉള്ളവർക്ക് അഡ്മിഷൻ ഉണ്ട്, മാർക്ക് ഇല്ലാത്തവർക്ക് അഡ്മിഷൻ ഇല്ല. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു അലൊക്കേഷൻ പ്രോസസ്സാണ് CUET വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലും വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നാട്ടിലൊരു സാധാരണ കോളേജ് പഠിച്ചാൽ പോരെ, എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതെന്ന്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഫസ്റ്റ് നമ്മൾ പറയുന്ന കാരണങ്ങളാണ് എക്സ്പോഷർ, നെറ്റ്വർക്കിംഗ് ഒക്കെ. അതായത് നമുക്കറിയാം, നാട്ടിലൊരു കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ നാട്ടിലെ സ്റ്റുഡൻസ് ആണ്, അതായത് കേരളത്തിൽ നിന്നുള്ള മലയാളീസ് സ്റ്റുഡൻസ് ആയിരിക്കും നമ്മുടെ കൂടെ പഠിക്കുന്നത്. ഇവിടുത്തെ ട്രഡീഷനും കൾച്ചറും എല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് മാറി നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരുവിധം എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള സ്റ്റുഡൻസും നമ്മുടെ ക്ലാസ് പഠിക്കുന്നുണ്ടാവും. അതിന് പുറമെ ഇന്ത്യക്ക് പുറത്തുള്ള പല കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസും നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ട്രഡീഷനും കൾച്ചറും നമുക്ക് അവരുടെ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ ഡിഫറെൻ്റ് ആണ്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുപോലെ അക്കാദമിക് എക്സ്പോഷർ ആണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന കോളേജുകളെല്ലാം ടോപ്പ് റാങ്കിങ്സ് ഉള്ള കോളേജുകളാണ്. നമുക്കറിയാം NIRF റാങ്കിങ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും എത്രയാണ് അവരുടെ അക്കാദമിക്കലി, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബേസ്ഡ് ആയിട്ട് അവർക്ക് റാങ്കിങ്സ് കൊടുക്കുന്ന NIRF റാങ്കിങ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ഒരു 10-20 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പൊസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ സാധാരണ കേൾക്കാറുള്ള JNU, DU പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ആ NIRF റാങ്കിങ്ങിൽ ടോപ്പ് യൂണിവേഴ്സിറ്റികളായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന ടോപ്പ് ഫാക്കൽറ്റീസിൻ്റെ, ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫാക്കൽറ്റീസിൻ്റെ നല്ല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു അക്കാദമിക് എക്സ്പോഷർ ആണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ഫീസ്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു കോളേജിൽ, ഒരു പ്രൈവറ്റ് കോളേജിൽ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്നതിനേക്കാൾ അത്ര പോലും ഫീസ് എവിടെ വരുന്നില്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വരുന്നില്ല. നമുക്കറിയാം, നാട്ടിലൊരു കോളേജിൽ, നമുക്കൊരു പ്രൈവറ്റ് കോളേജിൽ നമുക്ക് BCom ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ വരുന്നുണ്ട് BCom ഒക്കെ പ്രൈവറ്റ് കോളേജസിൽ ചെയ്യാൻ. അത്ര പോലും പൈസ എവിടെ വരുന്നില്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വരുന്നില്ല. നമ്മൾ ഹോസ്റ്റലും ഫെസിലിറ്റീസൊക്കെ വരുമ്പോൾ ചെറിയ എമൗണ്ട് ഉണ്ടാവും, എന്നാലും നമ്മൾ നാട്ടിലൊരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന അത്രയും ഫീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ നമുക്ക് ആവശ്യം വരുന്നില്ല. പിന്നെ സ്കോളർഷിപ്പ് ബേസ്ഡ് ആയിട്ട്, അതായത് നമുക്ക് ഇൻകം നമ്മൾ 1 lakhിൽ കുറവാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ഫീൽ കൺസെഷനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ വരുന്ന കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് 24/7 അവൈലബിൾ ആയിട്ടുള്ള നല്ല ലൈബ്രറികൾ. അപ്പോൾ നിങ്ങൾ ആർട്സ് സബ്ജക്റ്റുകളുള്ള, അല്ലെങ്കിൽ നിങ്ങൾ UPSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുക്കുകൾ അവൈലബിൾ ആയിട്ടുള്ള, വലിയ ബുക്കുകളും കാര്യങ്ങളൊക്കെ, ആർട്ടിക്കിൾസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള, എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള നല്ല ലൈബ്രറി ഫെസിലിറ്റീസ് എല്ലാം എവിടെ അവൈലബിൾ ആണ്, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അവൈലബിൾ ആണ്. അതായത് നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ക്യാമ്പസിലും അതിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആയാലും, ക്യാൻറ്റീന്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ വരുന്നത് സ്ട്രോങ് പ്ലേസ്മെൻറ്റ് സെല്ല്, ഈസി ഇൻറ്റേൺഷിപ്പ് ആക്സസ്. നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് നല്ലൊരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്, നല്ലൊരു അക്കാദമിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, നല്ലൊരു അക്കാദമിക്സ് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നമുക്ക് നല്ല പ്ലേസ്മെൻറ്റും കാര്യങ്ങളും, നല്ല വലിയ കമ്പനീസിൽ പ്ലേസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നമുക്കറിയാം, ഒരുവിധം സെൻട്രൽ യൂണിവേഴ്സിറ്റികളെല്ലാം ഡൽഹി, ഹൈദരാബാദ്, തമിഴ്നാട് പോലുള്ള, അല്ലെങ്കിൽ പൂനെ പോലുള്ള വലിയ സിറ്റീസിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റേൺഷിപ്സും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരുപാട് സെമിനാറുകൾ, ഇവൻറ്റുകൾ, ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് വഴി നമുക്ക് പറ്റും.
ഇനി വരുന്നത് CUET എക്സാം പാറ്റേൺ ആണ്. CUET നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് അങ്ങനെ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് CUET. പിന്നെ 13 മീഡിയം ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. അതായത് നമുക്ക് എക്സാം വേണമെന്നുണ്ടെങ്കിൽ 13 ഇന്ത്യൻ ലാംഗ്വേജിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്, ഹിന്ദിയിൽ അവൈലബിൾ ആണ്, മലയാളത്തിൽ അവൈലബിൾ ആണ്. അങ്ങനെ 13ഓളം ഇന്ത്യൻ ലാംഗ്വേജസിൽ CUETയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് CUETയിൽ ടോട്ടൽ 37 സബ്ജക്റ്റുകളാണ് വരുന്നത്. ഈ 37 സബ്ജക്റ്റുകൾ 3 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ലാംഗ്വേജസ്, ഡൊമൈൻസ്, GAT. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ലാംഗ്വേജസിൽ വരുന്നത് 13 ഇന്ത്യൻ ലാംഗ്വേജുകളാണ്. ഇതിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്, ഹിന്ദി വരുന്നുണ്ട്, അങ്ങനെ ഒരുവിധ ലാംഗ്വേജസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റികളും പ്രിഫർ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം മിക്കവാറും സ്റ്റുഡൻസും ഇതിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്തിട്ടാണ് പഠിക്കാറുള്ളത്. പിന്നെ വരുന്ന സബ്ജക്റ്റുകൾ ഡൊമൈൻ സബ്ജക്റ്റുകളാണ്. ഇതിൽ ഇത്രയും ഡൊമൈൻ സബ്ജക്റ്റുകളുണ്ട്. ഇത് ഏകദേശം 23ഓളം ഡൊമൈൻ സബ്ജക്റ്റുകളുണ്ട്. ഇതിലിപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഉണ്ടാവുക ബയോളജി, കെമിസ്ട്രി, അതുപോലെ ഫിസിക്സ്. ഇനി അതല്ല ഇതാണെങ്കിൽ, അതായത് കൊമേഴ്സ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് അക്കൗണ്ടൻസി, ബിസിനസ് അങ്ങനെ സബ്ജക്റ്റുകൾ മാറും. ഹ്യൂമാനിറ്റീസ് ഒക്കെ ആകുമ്പോൾ സോഷ്യോളജി അങ്ങനെയുള്ള സബ്ജക്റ്റുകളാവും, ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകളാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് സ്ട്രീമാണോ നമ്മൾ +2 പഠിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഡൊമൈൻ സബ്ജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ പേപ്പറാണ്. അപ്പോൾ ഈ ഒരൊറ്റ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കി നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരാൾ ഒരു BSc ഹോണേഴ്സ് ഫിസിക്സിന് അഡ്മിഷൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ആ BSc ഹോണേഴ്സ് ഫിസിക്സിന് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സബ്ജക്ട് പ്രിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ HCUവിൽ അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ HCUവിൽ ഫിസിക്സിൻ്റെ മാത്രം മാർക്ക്, അതായത് നമ്മൾ CUETയിൽ ഫിസിക്സിൻ്റെ മാത്രം മാർക്ക് നോക്കിയിട്ടാണ് HCU അഡ്മിഷൻ കൊടുക്കുന്നത്. അതേസമയം നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും അതിൻ്റെ കൂടെ ജനറൽ ടെസ്റ്റിൻ്റെയും മാർക്ക് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും സബ്ജക്ട് കോമ്പിനേഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട, അതായത് ഒരു സ്റ്റുഡൻറ്റിന് മാക്സിമം 5 സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാൻ പറ്റും CUETയിൽ. അപ്പോൾ സേഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ്, 3 ഡൊമൈന്, ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇംഗ്ലീഷാണ് മിക്ക യൂണിവേഴ്സിറ്റികളും പ്രിഫർ ചെയ്യാറുള്ള ലാംഗ്വേജ്. അപ്പോൾ ഇംഗ്ലീഷും 3 ഡൊമൈനുകൾ, നമ്മുടെ സ്ട്രീമിനനുസരിച്ച് 3 ഡൊമൈനുകളും ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പേപ്പറും അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാം, അതായത് നമുക്ക് ഒരുപാട് മാക്സിമം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി GATയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ ജനറൽ നോളജ്, ഇത്രയും ടോപ്പിക്സാണ് വരുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ ആപ്പ് പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞുതരാം. ഇനി CUETയുടെ മാർക്കിംഗ് സ്കീം ആണെങ്കിൽ ഒരു പേപ്പറിന് 60 മിനിറ്റ്, 1 മണിക്കൂർ സമയമാണുള്ളത്. ടോട്ടൽ 1 മണിക്കൂറിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു പേപ്പറിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ മാക്സിമം മാർക്ക് 250 മാർക്കാണ്. കാരണം ഒരു ശരി ഉത്തരത്തിന്, ഒരു കറക്റ്റ് ആൻസറിന് 5 മാർക്കാണ്. അപ്പോൾ 5 × 50 250 മാർക്കാണ് ടോട്ടൽ വരുന്നത് ഒരു പേപ്പറിന്. അതിൽ റോങ് ആൻസേഴ്സ് ആണെങ്കിൽ, നമ്മൾ ആൻസർ ചെയ്തത് റോങ് ആണെങ്കിൽ -1 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ അറ്റൻഡ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്ക് ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്യുന്നില്ല, 0 ആണ് മാർക്ക് വരിക. അപ്പോൾ സേഫസ്റ്റ് കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു. ഇനി ഡൊമൈൻ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. ഈ നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റുകളുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നീറ്റ് JEE പോലെയൊന്നുമല്ല, കംപ്ലീറ്റ്ലി +2 സിലബസുകളാണ് വരുന്നത്. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏത് ഡൊമൈൻ സബ്ജക്റ്റുകളാണെങ്കിലും +2 NCERT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, പിന്നെ എന്തിനാണ് ഞാൻ +1 തന്നെ പഠിച്ചു തുടങ്ങേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സേഫസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണ്? നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റുകളുടെ കൂടെ ഇംഗ്ലീഷും അതുപോലെ ജനറൽ ടെസ്റ്റും അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാക്സിമം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ ഡൊമൈൻ സബ്ജക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. +2 NCERT പ്ലസ് NCERTയിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം, അതിൻ്റെ കൂടെ മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈൻ സബ്ജക്റ്റുകളിൽ എന്ത് കിട്ടും? ഫുൾ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ +1 എത്തിയിട്ടുള്ള നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ബാധകമല്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് +1 എത്തുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ, ഞാൻ പറഞ്ഞു +1 പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സ് ഉണ്ടാവും, അതായത് ഏത് കോഴ്സിലേക്ക് പോകാനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുള്ളതുണ്ടാവും. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇപ്പോൾ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് +1 കഴിഞ്ഞ് അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, കൂടുതൽ സിലബസൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ സയൻസ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, അതിൻ്റെ കൂടെ
കൂടി ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും, അങ്ങനെ ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഡ്രീം കോളേജ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് അവിടുത്തെ ക്രൈറ്റീരിയാസ് അനുസരിച്ച് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നിങ്ങളുടെ പ്രാക്ടീസ്, അതായത് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്ക്, ഇപ്പോൾ സ്കൂളിൽ നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റുകളുടെ ഒക്കെ കറക്റ്റ് ക്ലാസ്സുകളും സിലബസും ഒക്കെ പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിൽ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ COETക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വേണം ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കാൻ. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ, അതിൻ്റെ പ്രാക്ടീസ് സെഷൻസും കൂടെ, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുമ്പോൾ, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടോപ്പിക്ക് കറക്റ്റ് പക്കയായിട്ട് മനസ്സിലാവുന്നത്. ഇനി +1 പഠിക്കുന്ന ഒരാൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് +1 +2ൻ്റെ കൂടെ തന്നെ COETക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമുക്കറിയാം, ഇതിപ്പോൾ നിങ്ങൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ജൂലൈ മാസമേ ആയിട്ടുള്ളൂ, ജൂലൈ കഴിയാനായി, ഇനി ഓഗസ്റ്റ് മാസം. അപ്പോൾ ഈ ജൂലൈ തൊട്ട് നിങ്ങളുടെ ഈ 2028 +2 കഴിഞ്ഞുള്ള COET വരുന്നത് ഏത് മന്തിലായിരിക്കും, 2028 മെയ്യിലായിരിക്കും. അപ്പോൾ ആ സമയം വരെ നിങ്ങൾക്ക് ഏകദേശം 1 ഇയറും അത് കൂടാണ്ട് ഈ +1 ഒരു 10 മാസം സമയം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് എങ്ങനെ കറക്റ്റായിട്ടൊരു കറക്റ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, COETയുടെ സിലബസുകൾ വരുന്നത് 3 ഡൊമൈൻ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ആ ഡൊമൈൻ സബ്ജക്റ്റുകളുടെ സിലബസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് അല്ല, കംപ്ലീറ്റ്ലി NCERT ബേസ്ഡ് ആണ്. അതും +2 NCERT ബേസ്ഡ് ആണ്. അപ്പോൾ +2 NCERT ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ആ ഡൊമൈൻ സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങുന്നതിനേക്കാളും സുഖം +2 നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാന്നുള്ളതാവും. ഡൊമൈൻ സബ്ജക്റ്റുകളുടെ പ്രിപ്പറേഷൻ +2ൻ്റെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ +1 പഠിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഡൊമൈൻ സബ്ജക്റ്റുകൾ അല്ലാണ്ട് ബാക്കി വരുന്ന 2 സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഇംഗ്ലീഷ്, പിന്നെ ഒന്ന് GAT, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ രണ്ടും മാക്സിമം ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ്. അതായത് ഡൊമൈൻ സബ്ജക്റ്റുകളാണെങ്കിൽ നമ്മൾ +2 ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഈ GATയുടെയും ഇംഗ്ലീഷിൻ്റെയും സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ +1 +2 10th ഒന്നും പഠിച്ചിട്ടില്ലാത്ത, ഇപ്പോൾ GAT ആണെങ്കിൽ ലോജിക്കൽ റീസണിങ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ സിലബസ് നമുക്ക് അറിയാം, അതായത് റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ്, ആവറേജ്, അങ്ങനെ നമ്മൾ ബേസിക്കായിട്ട് മാത്സ് പഠിച്ചിട്ടുള്ള ബേസിക് മാത്സിലെ ടോപ്പിക്സ് ആണെങ്കിലും നമുക്കിപ്പോൾ കറക്റ്റ് ഫോർമുലാസോ ടെക്നിക്സോ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. +2 നമുക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ട് വലിയ ടച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, ഈ ജൂലൈ, അതായത് 2026 നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഈ സമയം തൊട്ടിട്ട് അടുത്ത് നിങ്ങൾ +1 കംപ്ലീറ്റ് ചെയ്ത് +2ലേക്ക് എൻ്റർ ചെയ്യുന്ന സമയം വരെയുള്ള, അതായത് മെയ് 2027 വരെ നിങ്ങൾ എന്തിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക, ജനറൽ ടെസ്റ്റിലും ഇംഗ്ലീഷിലും മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇംഗ്ലീഷിൻ്റെയും ജനറൽ ടെസ്റ്റിൻ്റെയും ടോപ്പിക്സ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ 2026 ജൂലൈ തൊട്ടിട്ട് മെയ് 2027 വരെ, അതായത് നമ്മൾ +1 കംപ്ലീറ്റ് ചെയ്ത് +2നെ എൻ്റർ ചെയ്യുന്ന ആ ഒരു സമയം വരെ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ജനറൽ ടെസ്റ്റിലും ഇംഗ്ലീഷിലും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ജനറൽ ടെസ്റ്റിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും സിലബസ് ഈ +1 ടോപ്പിക്സിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് പ്രിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ +2 നമുക്ക് വലിയൊരു ബേർഡൻ കുറയും. അതായത് ഈ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മൾ ജനറൽ ടെസ്റ്റിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ടോപ്പിക്സിൻ്റെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും ഫോർമുല ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ജനറൽ ടെസ്റ്റിൽ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ടോപ്പിക്സ് ആണ്, പെർസെൻറ്റേജ് കാൽക്കുലേഷൻ, റേഷ്യോ, പ്രപ്പോർഷൻ, അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോർമുല ഷീറ്റും ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, COETയുടെ സമയത്ത് അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് നല്ലോണം റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പോയാൽ മതി. പിന്നെ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന +1 പീരീഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഈ ജനറൽ ടെസ്റ്റിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും തന്നെ ഓരോ ടോപ്പിക്കിനും സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് വരിക എന്നുള്ളത് നമുക്ക് +1 കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്ത കാര്യം എന്താണ്, ഡൊമൈൻ സബ്ജക്റ്റുകളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഡൊമൈൻ സബ്ജക്റ്റുകളുടെ കംപ്ലീറ്റ് ടോപ്പിക്സ് വരുന്നത് +2 ടോപ്പിക്സ് എന്നാണ്. അപ്പോൾ അതിന് മുമ്പ് +1 കൂടെ നമ്മൾ ബേസിക്സ് സ്ട്രോങ് ആക്കുക. +1 നമ്മൾ സ്കൂളിൽ എന്താണോ പഠിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണല്ലോ +2 വരിക, അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണല്ലോ. അപ്പോൾ +1 എന്ത് ചെയ്യുക, എല്ലാത്തിൻ്റെ ഫൗണ്ടേഷൻസ് ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ അത് കഴിഞ്ഞ് ജൂൺ 2027 തൊട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ +2ലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഡൊമൈൻ സബ്ജക്റ്റുകൾക്ക് കൊടുക്കുക. സ്കൂളിൽ പഠിക്കുന്ന ടോപ്പിക്സ് അതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. അതിൽ
കൂടുതൽ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ, ഡൊമൈൻസിലെ കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുക, ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് പോവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുള്ള ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതുപോലെ മെഗാ മോക്ക് ടെസ്റ്റുകളൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രസ് എത്രത്തോളമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, എന്തൊക്കെ അറിയാമെന്നുള്ള കാര്യങ്ങൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും കൂടുതൽ ചെയ്ത് നമ്മളെ തന്നെ നമ്മുടെ പ്രോഗ്രസ്സിനെ നമ്മൾ വാലുവേറ്റ് ചെയ്ത് പോവുക. ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഇതേ റോഡ് മാപ്പ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് +1 കൂടെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2 ഇയേഴ്സ് കൊണ്ട്, അതായത് +2 കഴിയുന്ന സമയത്ത് CUET അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോച്ചിങ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എജുബ്ലിറ്റ്സിൻ്റെ ആപ്പും കാര്യങ്ങളുമാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് എജുബ്ലിറ്റ്സ് ലേണിങ്ങിൻ്റെ ആപ്പ് വരുന്നത്. അപ്പോൾ ഇതിൽ CUETയുടെ ഞാൻ പറഞ്ഞു, ജനറൽ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ജനറൽ ടെസ്റ്റിൻ്റെ ടോപ്പിക്സ് ഇതിൽ NCET ആൻഡ് CUET ഇങ്ങനെ ഒരു വ്യൂ കോഴ്സ്, ഈ കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും ടോപ്പിക്സും വരുന്നുണ്ട്. അതുപോലെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ വരുന്നുണ്ട്. ഈ ലോജിക്കൽ റീസണിങ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, സ്റ്റാറ്റിക് GK, കറൻറ്റ് അഫയേഴ്സ്, ഇത് 4ഉം ജനറൽ ടെസ്റ്റിൽ വരുന്ന, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ GATയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഇംഗ്ലീഷ് നോക്കി നോക്കാം. ഇംഗ്ലീഷിലെ ടോപ്പിക് ആണെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷന്, ജംബിൾഡ് സെൻറ്റൻസ്, സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് എന്തിൽ വരുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ +2 ഡൊമൈൻസിൻ്റെ കൂടെ പഠിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ക്രാഷ് കോഴ്സോ കാര്യങ്ങളോ എടുത്ത് CUETക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിച്ച് കഴിയൂല. ഇതിൽ ഈ സിലബസ് ഒന്നും നമ്മൾ +2 പഠിക്കുന്ന ഇംഗ്ലീഷിൻ്റെ സിലബസ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് തന്നെ +1 കൂടെ തന്നെ ഇതിലെ ക്ലാസ്സുകളും കാര്യങ്ങളും നമുക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഇതിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ എടുക്കുകയാണെങ്കിൽ 4 വീഡിയോസാണ് ഉള്ളത്. ഒരു വീഡിയോ ആവറേജ് 30 മിനിറ്റ്സുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ മതി +1 കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇങ്ങനെ ഓരോ ടോപ്പിക്സും എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ GATയിലെ കാര്യം നോക്കുകയാണെങ്കിലും GATയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് ഓഡ് വൺ ഔട്ട്, അതായത് ബേസിക് ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് തൊട്ട് ടോപ്പിക്സ് തൊട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള എല്ലാ ടോപ്പിക്സും എന്തിൽ വരുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സുകളിൽ, നമ്മുടെ ആപ്പിൽ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ HCF ആൻഡ് LCM, അങ്ങനെ ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആവറേജ്, പ്രോബബിലിറ്റി, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സിൻ്റെയും കംപ്ലീറ്റ് സിലബസും ക്ലാസ്സുകളും അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നമുക്കറിയാം GKയും കറൻറ്റ് അഫയേഴ്സും ആണ്. അപ്പോൾ ഈ GKയും കറൻറ്റ് അഫയേഴ്സും നമ്മൾ +1 തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് കാര്യം എന്താണ്, നമുക്കറിയാം 2028 +2 കഴിഞ്ഞ് നിങ്ങൾ CUET എഴുതുമ്പോൾ അതിൽ കറൻറ്റ് അഫയേഴ്സും കാര്യങ്ങളും എവിടെ തൊട്ടുള്ളത് ചോദിക്കും, ഏകദേശം 2026 തൊട്ട് നിങ്ങളിപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തൊട്ടുള്ള കറൻറ്റ് അഫയേഴ്സും GKയും നിങ്ങൾക്ക് ആവശ്യമാണ്. കറൻറ്റ് അഫയേഴ്സ് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഇപ്പോൾ തന്നെ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ജനറൽ ടെസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ കറൻറ്റ് അഫയേഴ്സും കാര്യങ്ങളും മാർക്ക് ചെയ്ത് പഠിച്ചു പോവുക, ജസ്റ്റ് എഴുതിയെടുത്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 2 ഇയേഴ്സിൽ നിങ്ങൾ ഒരു കറൻറ്റ് അഫയേഴ്സ് കളക്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ്, പേപ്പർ വായിക്കുക, അങ്ങനെയുള്ള ഹാബിറ്റും കൂടെ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് നോളജ് ഉണ്ടാവും, കുറച്ച് കറൻറ്റ് അഫയേഴ്സിൽ നിങ്ങൾക്ക് കുറച്ച് നോളജ് ഉണ്ടാവും. അങ്ങനെ GKയും കാര്യങ്ങളും എല്ലാം സ്ട്രോങ് ആക്കി നിങ്ങൾക്ക് എന്ത് വാങ്ങാൻ പറ്റും, +2 കഴിയുമ്പോഴേക്ക് കറക്റ്റ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി, നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ +1 കംപ്ലീറ്റ്ലി ജനറൽ ടോപ്പിക്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, ഇംഗ്ലീഷിന്, ലാംഗ്വേജിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. +2 പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, +2 ഞാൻ പറഞ്ഞു NCERT, നമ്മുടെ +2ലെ NCERT ടോപ്പിക്സ് തന്നെയാണ് CUETയുടെ സിലബസും വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ +2ലെ ടോപ്പിക്സിൻ്റെ കൂടെ തന്നെ അതും കൂടെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ജനറൽ ടെസ്റ്റിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളും നിങ്ങൾ +1 സെറ്റാക്കി +2 കൂടുതൽ ഡൊമൈൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ +1ലും +2ലും 2 ഇയേഴ്സിലെ കംപ്ലീറ്റ് കറൻറ്റ് അഫയേഴ്സും കാര്യങ്ങളും നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അറ്റ് ലാസ്റ്റ് 2028 CUET എന്ത് ചെയ്യാം, നല്ലൊരു സ്കോർ വാങ്ങി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ
എജുബ്ലിറ്റ്സ് ലേണിങ്ങിലെ 2028 അതായത് ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഇയർ ലോങ് ടേം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആപ്പിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓരോ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ കണ്ട ശേഷം അതിലെല്ലാറ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ലോജിക്കൽ റീസണിങ് അങ്ങനെ ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അതിലെ ടെസ്റ്റുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ എജുബ്ലിറ്റ്സ് ലേണിങ്ങിൻ്റെ 2 ഇയർ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ള ആരെങ്കിലും അഡ്മിഷൻ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മാക്സിമം +1 പഠിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോഴും എന്തുകൊണ്ടാണ് CUET എഴുതണ്ടേ, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ എന്ന് സെറ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് CUET എക്സാമിനെ കുറിച്ച് അറിയാനും സിലബസും കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണിത്. അപ്പോൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ നമുക്ക് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഈ വർഷമാണെങ്കിലും കഴിഞ്ഞ വർഷമാണെങ്കിലും നല്ല റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ എജുബ്ലിറ്റ്സിന് CUETയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ 2 ഇയർ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള +1 സ്റ്റുഡൻസ്, അതല്ലെങ്കിൽ 1 ഇയർ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള +1 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി.